ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുന്ന എപ്പിസോഡുകളൊക്കെ മുടങ്ങാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനു മുമ്പ് എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ തരുണിൻ്റെ അമ്മയോട് രാധികയുടെ റിസൾട്ട് മറ്റൊരു ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ട് ഡോക്ടർ വേദയുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. ഡോക്ടർ അങ്ങനെ വേദയെ നോക്കിയിട്ട് പറയും, പ്രശ്നമൊന്നുമില്ല, എങ്കിലും ഞാനൊരു ടോണിക്കും കൂടി എഴുതിയിട്ടുണ്ട്, അത് കഴിച്ചോളൂ. ഡോക്ടർ പിന്നെ വേദയുടെ അടുത്ത് ചോദിക്കും, എന്താ വേറെ ആരുമില്ലേ കൂട്ടായിട്ട്? അത് ഫ്രണ്ടിന് ജോലി തിരക്കുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഡോക്ടർ പറയും, ഞാൻ ഇവിടെ വരുമ്പോൾ പലതവണ ചോദിക്കണമെന്ന് വിചാരിക്കും, പിന്നെ പേഴ്സണൽ കാര്യമല്ലേ, അതുകൊണ്ട് ചോദിക്കണ്ടെന്ന് കരുതിയിട്ടാ. പക്ഷേ ഡെലിവറി സമയത്തും ആൾ സ്ഥലത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഭർത്താവിൻ്റെ കാര്യമാണ്. അത് ഹസ്ബൻഡ് സ്ഥലത്തില്ല. അപ്പം സിസ്റ്റർ ചോദിക്കുകയാണ്, വിദേശത്താ? അതെ. അപ്പോൾ ഡോക്ടർ ചോദിക്കും, വീട്ടുകാർ വേദയ്ക്ക് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുമ്പം സിസ്റ്റർ നൈസായിട്ട് വേദയൊന്ന് രക്ഷിക്കുകയാണ്. മനസ്സിലായില്ലേ ഡോക്ടറെ, രണ്ടും പേരും കൂടെ പ്രേമിച്ച് ഒളിച്ചോടി പോന്നതാ. ഇവിടെ വന്നപ്പോൾ ഹസ്ബൻഡിനാണെങ്കിലോ ജോലി വിദേശത്തുമായി. പിന്നെ ഈ കുട്ടിക്ക് ഇവിടെ ജോലി ആയതുകൊണ്ട് ഇവിടെ അങ്ങ് തങ്ങി. ഡെലിവറി എടുക്കാറായപ്പോൾ ഹസ്ബൻഡിനാണെങ്കിലോ ജോലിയും കിട്ടിയില്ല. പിന്നെ ഉടക്കി നിൽക്കുന്ന വീട്ടുകാരെ വിളിക്കാനേ ഇവരുടെ അഭിമാനത്തെ സമ്മതിക്കുന്നുമില്ല. എന്നാൽ പിന്നെ പ്രസവം അങ്ങ് ഒറ്റയ്ക്ക് നടത്താമെന്ന് വിചാരിച്ചു. ഹസ്ബൻഡ് ഇപ്പോൾ വിദേശത്തിരുന്ന് ഞെരിപിരി കൊള്ളുന്നുണ്ടായിരിക്കും, നമ്മുടെ DCP ICUവിൻ്റെ മുന്നിലിരുന്ന് ഞെരിപിരി കൊള്ളുന്നത് പോലെ. അന്നേരം ഡോക്ടർ സിസ്റ്ററുടെ അടുത്ത് പറയും, താനാൾ കൊള്ളാലോ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുകയല്ലേ. ഡോക്ടർ പറയും, കൺസീവ് ചെയ്ത സമയത്തെങ്കിലും വീട്ടുകാരൊന്ന് അറിയിക്കായിരുന്നു. അന്നേരം സിസ്റ്റർ പറയാം, എൻ്റെ ഡോക്ടറെ, ഈ വീട്ടുകാരുണ്ടല്ലോ, ഇങ്ങനെ ഡെലിവറിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അധികാരമായിട്ട് വരും, എൻ്റെ മോൻ്റെ കുഞ്ഞാണ്, എൻ്റെ മോളെ കുഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത്രയും കാലം പടിക്ക് പുറത്ത് എന്നും പറഞ്ഞ് അകറ്റി നിർത്തിയ മോളും മോനും പിന്നെ അവർക്ക് പ്രിയപ്പെട്ടവരായി. ഡോക്ടർ പറയും, അത് പിന്നെ അങ്ങനെ ആരുണേ, വേദ നോക്കിക്കോളൂ. വേദയ്ക്കൊരു കുഞ്ഞ് പിറന്നെന്ന് അറിഞ്ഞാൽ ഇപ്പോഴുള്ള വൈരാഗ്യമൊക്കെ മറിഞ്ഞ് ആദ്യം ഓടിയെത്തുന്നത് ആരായിരിക്കും എന്നറിയോ? വേദയുടെ അച്ഛൻ. ഡോക്ടർ സ്ത്രീകളുടെ പ്രസവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഡോക്ടർ പറയും, താൻ ധൈര്യമായിട്ടിരുന്നോളൂ, ഈ പ്രസവം കഴിയുന്നതോടുകൂടി വേദയുടെ കുഞ്ഞിന് എല്ലാവരും ഉണ്ടാവും, ഉറപ്പ് എന്നും പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. അങ്ങനെ ഡോക്ടർ പോയതിന് ശേഷം വേദ ഇങ്ങനെ വയറിന് തടവിക്കൊണ്ട് കുഞ്ഞിനോട് പറയും, കേട്ടില്ലേ, നീ ഇപ്പം കേട്ടതൊന്നുമല്ല ശരി, നിനക്ക് എല്ലാവരും ഉണ്ട്, മുത്തശ്ശനും മുത്തശ്ശിയും അച്ചാച്ചനും അമ്മമ്മയും എല്ലാവരും. അവരുടെ മുന്നിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയത് ഈ ഞാനാണ്. ഏത് പ്രതിസന്ധിയിലും പതറാതെ പൊരുതി നിന്നിട്ടുള്ള നിൻ്റെ ഈ അമ്മ. പക്ഷേ നിൻ്റെ കാര്യം വന്നപ്പോൾ ഈ അമ്മ തോറ്റുപോയി, ഭയം ഉള്ളിൽ വന്നുപോയി. പക്ഷേ നിൻ്റെ സുരക്ഷ അത് ഉറപ്പാക്കിയാൽ അമ്മ തന്നെ നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തരും. അങ്ങനെയൊക്കെ വേദ ഇങ്ങനെ കുഞ്ഞിനോട് സംസാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശങ്കരനാരായണൻ സാർ ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ പഴയ കാര്യങ്ങൾ വേദയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓർത്ത് സാറിങ്ങനെ സങ്കടപ്പെടുകയാണ്. കോടതിയുടെ മുമ്പിൽ വെച്ചിട്ട് ശ്രീകാന്തും ദർശനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ദർശൻ ചോദിക്കും, ശ്രീകാന്ത് ഡൽഹിയിൽ പോകാൻ തീരുമാനിച്ചോ? പോകണമെങ്കിൽ പോയാലേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ദർശൻ പറയും, വീഡിയോയിൽ നിന്നും വേദ പ്രഗ്നൻ്റ് ആണെന്ന് വ്യക്തമാണ്. അതെ, അതിപ്പം നമുക്ക് രണ്ടുപേർക്ക് മാത്രമല്ലേ അറിയുള്ളൂ. ദർശൻ്റെ വായിൽ നിന്നും ഇനി മറ്റൊരാളിത് അറിയാൻ പാടില്ല. നമ്മളിൽ നിന്നൊക്കെ മറഞ്ഞു നിൽക്കാനാണ് അവളുടെ പരിപാടി. കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തി അവസാനം കമ്പനിയിൽ നിന്ന് ക്ലെയിം ഉന്നയിക്കാനാവുമ്പോൾ അവൾ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ദർശൻ പറയും, അപ്പോഴേക്കും അവളുടെ ഭർത്താവ് ഇറങ്ങുന്നതായിരിക്കും അവളുടെ കണക്കുകൂട്ടൽ. എന്നിട്ട് ദർശൻ പറയും, ഇത്രയും കാലമൊന്നും ഈ സ്വത്തുക്കളോടും കമ്പനികളോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. ശ്രീകാന്തിനെ അറിയാമല്ലോ, അവൾ എന്നെ എന്നും അവഗണിക്കുകയോ ഒഴിവാക്കുകയൊക്കെ ചെയ്തിട്ടുള്ളായിരുന്നു. എന്നിട്ടും ഞാൻ അവളുടെ കൂടെ നിന്നു. പക്ഷേ അവൾ എൻ്റെ അച്ഛനെ അവനെ ഉപയോഗിച്ച് എൻ്റെ അച്ഛനെ കൊലപ്പെടുത്തിയ ആ നിമിഷം മുതലാണ് എനിക്ക് അവളോട് പക തുടങ്ങിയത്. ശ്രീകാന്ത് പറയും, ദർശൻ്റെ അച്ഛൻ അവളുടെ അങ്കിള് കൂടിയല്ലേ, ആ സ്നേഹം വേണ്ട, ഒരു ബന്ധുവാണെന്നുള്ള കൺസിഡറേഷൻ പോലും അവൾ നൽകിയില്ല. അവളെ കണ്ടെത്തി ഞാൻ കൂട്ടിക്കൊണ്ടുവരും. ഒരു കാരണവശാലും അവളുടെ കുഞ്ഞിനെ പറക്കാൻ ഞാൻ സമ്മതിക്കില്ല. ദർശൻ കംസൻ്റെ കഥ കേട്ടിട്ടില്ലേ? സഹോദരിയുടെ 8ാമത്തെ പുത്രനാണ് കംസൻ്റെ ശത്രുവെങ്കിൽ കടിഞ്ഞൂൽ പിറപ്പ് തന്നെയാണ് എൻ്റെ ശത്രു. അത് ഞാൻ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് ഞാൻ വിക്രമിന് കൊടുക്കുന്ന ഔദാര്യമായിരിക്കും. ആ ഔദാര്യം അവൻ അർഹിക്കുന്നില്ല എന്നൊക്കെ ശ്രീകാന്ത് പറയുമ്പോൾ ദർശൻ പറയും, ശരി, ഞാൻ എല്ലാത്തിനും കൂടെ ഉണ്ടാവും, താൻ വിളിച്ചാൽ മതി, ശരി എന്നും പറഞ്ഞ് പോവാൻ നിൽക്കുമ്പോഴായിരിക്കും ശങ്കരനാരായണ സാർ അവിടേക്ക് കടന്നു. അത് കാണുമ്പോൾ ദർശൻ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയും, ദാ മരുമകനെ രക്ഷിക്കാനായിട്ട് ഇറങ്ങിയ തൻ്റെ അച്ഛൻ, ഞാനങ്ങ് പോവാ, വെറുതെ സംസാരിച്ച് മുഷിയാൻ ഞാനില്ല. ശ്രീകാന്ത് പറയും, നിൽക്കടോ, ഒന്ന് കണ്ടിട്ട് പോവാം, വീട്ടിൽ പോവാത്തതിനാൽ വല്ലപ്പോഴും അല്ലേ ഇങ്ങനെ കണ്ടുമുട്ടൂ, വാ എന്നും പറഞ്ഞിട്ട് സാറുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ശ്രീകാന്ത് പറയും,
വേദ മാത്രമല്ല ഞാനും നിങ്ങളുടെ രക്തം തന്നെയാണ് കേട്ടോ. അപ്പോൾ സാറ് പറയാണ് ആ ശുദ്ധി പക്ഷേ നിന്റെ സ്വഭാവത്തിൽ ഇങ്ങനെ ശുദ്ധി കൂടുതലുള്ളതുകൊണ്ടായിരിക്കും അളിയനെ കൊന്ന മരുമകനെ രക്ഷിക്കാൻ ഇങ്ങനെ പരക്കം പായുന്നത് അല്ലേ എന്ന് പറയുമ്പോൾ സാറ് പറയും വിക്രം അത് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവൻ മനഃപൂർവ്വം അല്ലായിരിക്കും. അപ്പോൾ ദർശൻ പറയും ഇല്ല അങ്കിളെ, അവൻ്റെ ഹർജി കോടതിയിൽ വരുമ്പോൾ പ്രോസിക്യൂഷനൊപ്പം ഞാനും ഉണ്ടായിരിക്കും. അവനെ അങ്ങനെ ഉടനെ പുറത്തിറക്കാമെന്നൊന്നും അങ്കിള് വിചാരിക്കണ്ട. അങ്ങനെ ദർശൻ പോയതിന് ശേഷം ശ്രീകാന്ത് പറയും അവനെ അകത്തിരിക്കുന്ന വിക്രമിൻ്റെ കാര്യം അവൻ നോക്കിക്കോളും. എൻ്റെ ജോലി പുറത്തിരിക്കുന്ന നിങ്ങളുടെ മകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അന്നേരം സാറ് പറയും നിൻ്റെ മുന്നിൽ അവൾ ഒരിക്കലും പ്രത്യക്ഷപ്പെടാൻ പോകുന്നില്ല. ഇനി അഥവാ പ്രത്യക്ഷപ്പെട്ടാൽ തന്നെ നിനക്കുള്ള എന്തെങ്കിലും അവൾ കരുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതെ, അവളെ എനിക്ക് കരുതി വെക്കുന്നുണ്ട്. എന്തായാലും ഞാൻ അവളെ കൊണ്ട് തന്നെ വരുള്ളൂ. പിന്നീട് കാണിക്കുന്നത് വേദ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഗുണ്ടകൾ വേദയെ അന്വേഷിച്ച് കടന്നു വരുന്നുണ്ടായിരിക്കും. വേദ അതൊന്നും കാണുന്നില്ല. അങ്ങനെ ആ ഗുണ്ടകൾ ഓരോ റൂമിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്ന സമയത്തായിരിക്കും തരുണ് ഇങ്ങനെ പോലീസ് യൂണിഫോമിലാണ്. അത് മാത്രമല്ല ഭാര്യയുടെ കൂടെ ഇങ്ങനെ സ്ട്രക്ചറിൽ ഭാര്യയെ കടത്തിക്കൊണ്ട് വരാന്തയിലൂടെ വരുന്നത് ഗുണ്ടകൾ കാണുന്നുണ്ടായിരിക്കും. അങ്ങനെ തരുണിനെ കണ്ടതും ഗുണ്ടകൾ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ അവർ നേരെ വേദ കിടക്കുന്ന റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തുകയാണ്. ആ സമയത്ത് ഇങ്ങനെ കർട്ടൻ്റെ മറവിലൂടെ വേദ അവരെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. തരുണാണെങ്കിലോ വേദയെ പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ കർട്ടനൊക്കെ ഒന്ന് നീക്കുകയാണ്. അങ്ങനെ പിന്നീട് ശ്രീകാന്ത് ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഒരു പോലീസുകാരൻ കടന്നു വരും. എന്നിട്ട് ശ്രീകാന്ത് അയാളോട് ചൂടാവാണ്. ശ്രീകാന്ത് പറയും തന്നെ കൊണ്ടൊന്നും ഒന്നിനും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അവനെ ഇതുവരെ ഒന്നും ചെയ്യാൻ തന്നെ കൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, അവനെ അവിടെ ഇട്ട് തീർക്കാൻ പറ്റിയ ആരും ഇല്ലടോ എന്ന് ചോദിക്കുമ്പോൾ പറയും ഒരാൾ നാളെ പരോള് കഴിഞ്ഞ് തിരിച്ചു കയറും സാറേ. ആരാ അത്? 2-3 കൊലക്കേസിലെ പ്രതിയാണ് ആള്. ആളുടെ പേര് കേട്ടിട്ടുണ്ടായിരിക്കും. അവനെ വിളിക്കാം, അവൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സാറ് ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്താണ് അവനെ. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ ഡീൽ ചെയ്യാണ് വിക്രമിനെ അവിടെ ഇട്ട് വകവരുത്താം എന്നുള്ള കാര്യത്തിൽ. പിന്നീട് ഹോസ്പിറ്റലിൽ വേദ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ആ അമ്മ വന്നിട്ട് വേദയ്ക്ക് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് കൊണ്ടുവരും. എന്നിട്ട് പറയും ഇത് കഴിച്ചോ മോളെ, ഇത് ഞാൻ മോൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ. അയ്യോ എനിക്കിപ്പോൾ വേണ്ട. ആ സമയത്ത് അമ്മ പറയും ഇപ്പം നല്ല ഫ്രൂട്ട്സും വെള്ളവും ഒക്കെ കുടിക്കേണ്ട സമയമാണ്. മോളെ ഇപ്പം ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ പഴയ കാലമാണ് ഓർമ്മ വന്നത്. എന്നിട്ട് അവരുടെ പഴയ കാലങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. തരുണിൻ്റെ അച്ഛന് ഒരു DYSP ആയിരുന്നു, ആസാമിലായിരുന്നു. അങ്ങനെ അവർ പ്രഗ്നൻ്റായി ഡെലിവറി സമയത്ത് തരുണിൻ്റെ അച്ഛന് ഇങ്ങനെ പെട്ടെന്ന് മരണപ്പെട്ടതും പോലീസ് ആയിരുന്നുകൊണ്ട് തന്നെ ശത്രുക്കൾ വകവരുത്തിയതും, അതുപോലെ അവർ പ്രസവത്തിൻ്റെ സമയത്ത് മോർച്ചറിയിൽ തരുണിൻ്റെ അച്ഛൻ മരിച്ചു കിടക്കുന്നതും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വേദയുടെ അടുത്ത് ആ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നിട്ട് വേദയോട് പറയും ഇതിനേക്കാളും പ്രതിസന്ധി ഘട്ടത്തിലൂടെ മോള് ഒരു പക്ഷേ ഇനി കടന്നു പോകും. അപ്പോഴൊന്നും മോള് തളരരുത്, പിടിച്ചു നിൽക്കണം, പിടിച്ചു നിന്നേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. ആ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വേദ ഓർക്കുന്ന സമയത്ത് വിക്രമിൻ്റെ അമ്മ കമലാമ്മ വേദയുടെ അടുത്ത് വന്ന് പറയുന്നത് പോലെ വേദയ്ക്ക് തോന്നുകയാണ്. എന്നിട്ട് കമലാമ്മ വേദയോട് പറയും ആ അമ്മ പറഞ്ഞതൊക്കെ സത്യമാണ് മോളെ, മോൾക്ക് ഇനിയാണ് പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ കടന്നു വരുന്നത്, അതുകൊണ്ട് മോള് തളരാതെ പിടിച്ചു നിന്നേ പറ്റൂ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ വേദ മനസ്സിലിങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനോട് കൂടിയിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.